ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഗോസസ് തിയറം ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയാണ്. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 Q. ആരാണ് ഫൈ? ഇലക്ട്രിക് ഫ്ലക്സ്. ആരുടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്? ഒരു ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ്. ആരാ ക്ലോസ്ഡ് സർഫസ്? സ്ഫിയർ ഈസ് എ ക്ലോസ്ഡ് സർഫസ് ആണ്. സിലിണ്ടർ ഈസ് എ ക്ലോസ്ഡ് സർഫസ് ആണ്. ഇങ്ങനെയുള്ള സർഫസുകളൊക്കെ ക്ലോസ്ഡ് സർഫസ് ആണ്. അങ്ങനെയുള്ള ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് 1/ε0 ടൈംസ് ആരാ ε0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് 8.85 × 10⁻⁻12. 1/ε0 times the net charge enclosed by that surface. ആ സർഫസിന്റെ ഉള്ളിലുള്ള ആകെ ചാർജിന്റെ 1/ε0 ടൈംസ് ആണ് ആ സർഫസിലെ ആകെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇത് നമ്മൾ ഗോസസ് തിയറം മനസ്സിലാക്കിയതാണ്. അങ്ങനെ ആ ഗോസസ് തിയറം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ. തൊട്ട് മുമ്പത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് യൂണിഫോംലി ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിറൈവ് ചെയ്തത് ഓർമ്മ ഉണ്ടാവും. ഉത്തരം: ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ വാസ് E is equal to 1/2πε0 λ/r. 1/2πε0 λ/r. E was proportional to 1/r. ഇതുപോലെ മറ്റൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്ലെയിനിലെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിഫോംലി ചാർജ്ഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് യൂണിഫോംലി ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ? യൂണിഫോംലി ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെയാണ്. അപ്പൊ ഇവിടെയും ഒരു പ്ലെയിനിന്റെ മുകളില്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലം, നിങ്ങളുടെ ഒരു പുസ്തകത്തിന്റെ ഷീറ്റിനെ കൺസിഡർ ചെയ്തോളൂ, ഒരു പേപ്പർ. അപ്പൊ അങ്ങനെ ഒരു പേപ്പറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ഷീറ്റ്, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇരിക്കുന്നതല്ല നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത്. എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഈ സ്കെയിൽ വെച്ച പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചേട്ടോ, ഈ സ്കെയിലിനെ ഒരു ഷീറ്റ് ആയിട്ട് വിചാരിക്കുക. സോ ഈ സ്കെയിലിന്റെ മുകളിലാണ് ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ചാർജ് ഇപ്പോൾ തൽക്കാലം പോസിറ്റീവ്ലി ചാർജ്ഡാണ്, യൂണിഫോംലി ചാർജ്ഡ്. അപ്പൊ ഇങ്ങനെ ഒരു ഷീറ്റ് ഇരിക്കുന്നു. ഈ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഇവിടെ ഉള്ള വാക്കാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. കഴിഞ്ഞ ടോപ്പിക്കില് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്തത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഒരു സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിലെ ചാർജിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ 1 ഏരിയയിലെ ചാർജാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ എ ഏരിയയിൽ ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ 1 ഏരിയയിലുള്ള ചാർജ്, എ ഏരിയയിൽ ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ 1 ഏരിയയിലുള്ള ചാർജ് Q/A ആയിരിക്കും. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്നുള്ള ലെറ്ററാണ് ഉപയോഗിക്കുക. സിഗ്മ ഇസ് ഈക്വൽ ടു Q/A. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്നു. അപ്പൊ അതിന്റെ യൂണിറ്റ് കുളൂംബ് പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻ ഫോർമുല ചാർജിന് IT എന്ന് എഴുതി, ഏരിയയുടെ L² മുകളിലേക്ക് പോകുമ്പോൾ L⁻². അപ്പൊ IT L⁻² ഡയമെൻഷൻ ഫോർമുല, കുളൂംബ് പെർ മീറ്റർ സ്ക്വയർ SI യൂണിറ്റ്. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്കെയിലിനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷീറ്റിൽ നിന്ന് 6 ദൂരത്തുള്ള ഒരു പോയിന്റ്, മുമ്പ് പറയാറുള്ള പോലെ തന്നെ P എന്നുള്ള പോയിന്റ്. അപ്പൊ 6 ദൂരത്തുള്ള P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. നോക്കൂ, P എന്നുള്ള പോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 6 ദൂരത്താണ്, ഈ ഷീറ്റിൽ നിന്ന് 6 ദൂരത്തുള്ള പോയിന്റ് ആണ് P. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗോസസ് തിയറമാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആര് വേണം? ഒരു ഗോസിയൻ സർഫസ് വേണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. നമുക്ക് അതിനെ ഗോസിയൻ സർഫസ് എന്ന് പേരിട്ട് വിളിക്കാം. ഇവിടെയും നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്.
ലൈൻ ചാർജിലും നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് എടുത്തത് സിലിണ്ടറിക്കൽ സർഫസ് ആയിരുന്നു. ഇവിടെയും സിമെട്രിക് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സർഫസ് ആണ് നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ പി എന്നുള്ള പോയിന്റിന് ചുറ്റും ഞാൻ എ ഏരിയ ഒരു എൻഡ് ഫേസിനെ വരച്ചു. ഈ പി 6 ദൂരത്തുള്ള പോലെ നോക്കൂ, ഈ ഷീറ്റിന്റെ ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡിലേക്കും 6 ദൂരത്ത് ഇതേപോലെ ഒരു പോയിന്റിനെ നമുക്ക് അസ്യൂം ചെയ്യാം, പി ഡാഷ്. അപ്പോ ഇവിടെ പി ഡാഷ്, അവിടെ പി. അപ്പൊ 6 ദൂരം ഇപ്പുറത്തേക്ക് പി ഡാഷ്, 6 ദൂരം അപ്പുറത്തേക്ക് പി. ഒരേപോലെയുള്ള ദൂരം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പൊ ഈ പി ഡാഷിനെ കേന്ദ്രീകരിച്ചും നമ്മളൊരു ഏരിയ എ എടുത്തു, പിനെ ചുറ്റും എ എന്നുള്ള ഒരു ഏരിയ എടുത്തു. ഇങ്ങനെ 2 എൻഡ് ഫേസ് വരുന്ന രൂപത്തിൽ ഒരു സിലിണ്ടറിനെ ഇവിടെ അസ്യൂം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഷീറ്റിനെ തുളച്ചു പോകുന്ന, ഇതിന്റെ ഉള്ളിൽ കൂടെ തുളച്ചു പോകുന്ന സിലിണ്ടർ ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ആ സിലിണ്ടറിന്റെ നീളം, ഗോസിയൻ സിലിണ്ടറിന്റെ നീളം എത്ര വരിക? R+R 2R. അതിന്റെ എൻഡ് ഫേസിന്റെ ഏരിയ എ വീതമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഗോസിയൻ സർഫസ് ഈസ് എ സിലിണ്ടർ ഓഫ് ലെങ്ത് 2R ആൻഡ് എൻഡ് ഫേസസ് ഈച്ച് ഓഫ് ഏരിയ എ. ഇനി നമ്മൾ കാണാൻ പോവാണ്, എന്താ കാണാൻ പോകുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ പോവാണ്. അപ്പൊ ഇത്രയും ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുല എന്താ? Phi = 1/ε0 into Q, ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ Q എത്രയാ വരിക നോക്കൂ. ഈ ഇത്രയും സിലിണ്ടറിന്റെ ഉള്ളിലെ ഏരിയയില് ചാർജ് എവിടെ ഇരിക്കുന്നത്? ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇത്രയും ഭാഗത്താണ് ഈ ഷീറ്റിനെ തുളച്ചു പോയത്. ഈ ഷീറ്റിനെ തുളച്ചു പോകുന്ന ഭാഗത്ത് മാത്രമാണ് ചാർജ് ഇരിക്കുന്നത്. ഈ ഏരിയ എത്ര തന്നെയായിരിക്കും? ഇത് എ ആണെങ്കിൽ ഇതും എ ഏരിയ കൂടെ ഇത് തുളച്ചു പോവുക. അപ്പോ എ ഏരിയയുടെ ഉള്ളിലുള്ള ചാർജാണ് ഈ സിലിണ്ടറിന്റെ ഉള്ളിലുള്ളത്. ഷീറ്റിലെ എ ഏരിയ എന്ന് പറയുന്ന ഇത്രയും ഭാഗത്ത് ചാർജ്, ഇപ്പുറമൊക്കെ ഉള്ളത് പുറത്താണ്, എൻക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഫ്ലക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോ ഇത്രയും ഉള്ളിലുള്ള ഈ ഏരിയ എ ആണ്. ഇത് ഏരിയ എ ആയതുകൊണ്ടാണ് ഇവിടെയും എ ആയത്. ഈ സിലിണ്ടർ ഈ പ്ലെയിൻ ഷീറ്റിനെ തുളച്ചു പോയതുകൊണ്ട് ഈ ഏരിയ എ ആയിരിക്കും. അപ്പൊ ഈ എ ഏരിയയിലെ ചാർജ് എത്രയായിരിക്കും വരിക? 1 ഏരിയയിലെ ചാർജ് ആണ് നേരത്തെ പറഞ്ഞു സിഗ്മ. അപ്പോ എ ഏരിയയിലെ ചാർജ് സിഗ്മ ഇൻറ്റു എ. സിഗ്മ ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സോ Phi = 1/ε0 Q ഗോസസ് തിയറം പ്രകാരം ക്യൂവിന്റെ സ്ഥാനത്ത് സിഗ്മ എ, ഇതിനുള്ളിലുള്ള ചാർജ് സിഗ്മ ഇൻറ്റു എ. അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. Phi = 1/ε0 സിഗ്മ എ, where sigma is surface charge density, A is area of that cylinder, end face area. ഓക്കെ, ഇനി നോക്കൂ, ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ആരോ മാർക്ക് ഇട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ആണ്. പോസിറ്റീവ് ചാർജ് കൊണ്ടായത് പുറത്തേക്കാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടൊക്കെ പുറത്തേക്ക് പോകും. ഈ സൈഡിൽ ഇത് അങ്ങോട്ട് പുറത്തേക്ക്, ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് ഏറെ മാർക്ക് ഇട്ടു, റൈറ്റിലേക്ക് അങ്ങോട്ട് ഏറെ മാർക്ക് ഇട്ടു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആലോചിക്കുക. ഈ സിലിണ്ടറിന് 2 ഫേസുകൾ ഉണ്ട്, 2 എൻഡ് ഫേസും ഉണ്ട്, ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. ചിത്രത്തിൽ നോക്കൂ, ഈ കർവ്ഡ് സർഫസിനെ അപേക്ഷിച്ച് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കുന്നത്? നല്ല കർവ്ഡ് സർഫസ്. ഈ കർവ്ഡ് സർഫസിനെ അപേക്ഷിച്ച് ഇലക്ട്രിക് ഫീൽഡ് പാരലലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു സർഫസിന് പാരലൽ ആയാൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? 0. അപ്പൊ കർവ്ഡ് സർഫസിലെ ഫോർ കർവ്ഡ് സർഫസ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്? കർവ്ഡ് സർഫസ് ഈസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി 2 എൻഡ് ഫേസ് നോക്കൂ. എൻഡ് ഫേസ്. അപ്പൊ ഈ എൻഡ് ഫേസിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ പുറത്തേക്ക് പോയത്. അപ്പൊ എൻഡ് ഫേസിന് നോർമലാണ്. ഇവിടെ എൻഡ് ഫേസിന് നോർമലാണ്. എൻഡ് ഫേസിന് നോർമലാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദ എൻഡ് ഫേസസ്. എൻഡ് ഫേസസിന് നോർമൽ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് മാക്സിമം ആണ്. എങ്ങനെ ഫോർമുല? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. എത്ര ഏരിയ? ഈ എൻഡ് ഫേസിന്റെ ഏരിയ എ ആണ്, ഈ എൻഡ് ഫേസിന്റെ ഏരിയയും എ ആണ്. അപ്പൊ മൊത്തം സിലിണ്ടറിലെ 2 എൻഡ് ഫേസുകളുടെയും കൂടിയിട്ടുള്ള ആകെ ഏരിയ 2A ആണ്. അപ്പൊ ആകെ ഇലക്ട്രിക് ഫ്ലക്സ് എൻഡ് ഫേസുകളിൽ Phi = ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ദ എൻഡ് ഫേസസ്, ദാറ്റ് ഈസ് E ഇൻറ്റു 2A. ഒരു എ അല്ല എടുക്കേണ്ടത്, 2 എൻഡ് ഫേസുകളും കൂടി ഉള്ളതുകൊണ്ട് 2A എന്ന് എഴുതി. അപ്പോ രണ്ടാമത്തെ ഇക്വേഷൻ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Phi = E ഇൻറ്റു 2A. കർവ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് 0 എന്തുകൊണ്ട്? ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആണ് കർവ്ഡ് സർഫസ്. 2 എൻഡ് ഫേസിലെയും ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം ആണ്. എന്തുകൊണ്ട്? കർവ്ഡ് എൻഡ് ഫേസിന് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ആണ്. അതുകൊണ്ട് മൊത്തം എൻഡ് ഫേസുകളുടെ ഏരിയ 2A ആണ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് E ഇൻറ്റു 2A ആണ്. അപ്പൊ നമ്മൾ 2 ഇക്വേഷൻസ് കിട്ടി. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് E ഇൻറ്റു 2A. ഇവിടെ കിട്ടിയത് ഗോസസ് തിയറം പ്രകാരം 1/ε0 സിഗ്മ എ. 2 ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. ഇക്വേഷൻ 1 ഉം 2 ഉം കമ്പയർ ചെയ്യുമ്പോൾ E ഇൻറ്റു 2A ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ എ. 2 ഇക്വേഷൻസിന് റൈറ്റ് ഹാൻഡ് സൈഡ് കമ്പയർ ചെയ്യും.
E into 2A is equal to 1 by epsilon 0 into sigma A. Therefore, നോക്കൂ എ ക്യാൻസൽ ചെയ്ത് പോയി. എ ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തതാണ്, നമ്മൾ ഗോസിയൻ സർഫസ് ഒക്കെ അസ്യൂം ചെയ്തത്, അതൊന്നും ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എ ക്യാൻസൽ ചെയ്ത് പോയി. ഫൈനൽ റിസൾട്ട് ഈസ് E is equal to sigma by 2 epsilon 0. എ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഈസ് സിഗ്മ ബൈ 2 epsilon 0. ഫ്രീ സ്പേസിലാണ്. അപ്പൊ സിഗ്മ എന്തായിരുന്നു? സർഫസ് ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഷീറ്റ്, ആൻഡ് epsilon 0 ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നോക്കൂ, മറ്റൊരു കാര്യം, ഇവിടെ 6 ഉണ്ടോ? ഈ 6 ദൂരത്തുള്ള പോയിന്റാണ് നമ്മൾ തുടങ്ങിയത്. ഉത്തരത്തിലെത്തിയപ്പോ 6 ഒന്നും കാണാനില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. ആരുടെ? യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊന്നും എന്തിനായിട്ട് ബന്ധം ഉണ്ടാവില്ല? ദൂരത്തിനായിട്ട് ബന്ധം ഉണ്ടാവില്ല, ആറിനായിട്ട് ബന്ധമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് ആർ. അത് നമ്മൾ മുമ്പത്തെ കമ്പാരിസൺ നടത്താം. ഒന്നുകൂടി പറയാം. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് E is equal to 1 by 4 pi epsilon 0 Q by R square. അപ്പൊ E proportional to 1 by R square. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ആക്സിയൽ ലൈനിൽ 1 by 4 pi epsilon 0 2p by R cube, ഇക്വറ്റോറിയൽ ലൈനിൽ 1 by 4 pi epsilon 0 p by R cube. രണ്ടാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by R cube. മൂന്നാമത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, യൂണിഫോംലി ചാർജ്ഡ് സ്ട്രേറ്റ് വയർ ആണെങ്കിൽ, സ്ട്രേറ്റ് കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എന്താണ് നമ്മൾ പറഞ്ഞത്? E is equal to 1 by 2 pi epsilon 0 lambda by R. Lambda is linear charge density. So E is proportional to 1 by R. ഇപ്പൊ കിട്ടിയത് യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സിഗ്മ ബൈ 2 epsilon 0. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സിഗ്മ ബൈ 2 epsilon 0. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ. അപ്പൊ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വല്ലാണ്ട് ദൂരത്തേക്ക് പോയാൽ ഇലക്ട്രിക് ഫീൽഡ് 0 പോവും. അടുത്തുള്ള നിയർ ബൈ പ്ലേസസ്, ആർ വളരെ ചെറുതാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഈ സ്ഥലത്തും ഈ സ്ഥലത്തൊക്കെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 epsilon 0. ഡയറക്ഷൻ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് ഏരോ മാർക്ക്, നെഗറ്റീവ് പ്ലേറ്റ് ആയിരുന്നെങ്കിൽ ഉള്ളിലേക്ക് ഏരോ മാർക്ക്. ക്ലിയർ ആയി എന്ന് വരുന്നു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 epsilon 0. ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സ്പെഷ്യൽ കേസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 2 ഷീറ്റുകൾ ഉണ്ട് വിചാരിക്കും, ഇതേപോലത്തെ 2 ഷീറ്റുകൾ. അപ്പൊ 2 സ്കെയിലുകൾ, 2 എണ്ണം അങ്ങനത്തെ ഷീറ്റുകൾ. ഇങ്ങനെ 2 ഷീറ്റുകൾ എങ്ങനെ ഇരിക്കുന്നു നോക്കൂ. ഇങ്ങനെയാണ് ഇരിക്കുന്നത് 2 ഷീറ്റുകൾ. ഒന്ന് ഈ പേനയാണ് ഒരു ഷീറ്റ്, മറ്റേത് സ്കെയിലാണ് വിചാരിച്ചത്. 2 ഷീറ്റുകൾ പാരലൽ ആയിട്ട് വെച്ചു. 2 പാരലൽ പ്ലെയിൻ ഷീറ്റ്സ്. ഈ 2 പ്ലെയിൻ ഷീറ്റുകൾ കാരണം ആകെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കാണാൻ പോകും. അവർക്ക് പ്രത്യേകത ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാളുടെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയാണ്. അപ്പൊ ഈ പേനയുടെ ചാർജ് ഡെൻസിറ്റി, പേന എന്ന് പറയുന്ന പ്ലെയിൻ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയാണ്. ഈ സ്കെയിൽ എന്ന് പറയുന്ന പ്ലെയിൻ ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ്. എന്താ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോ യൂണിറ്റ് ഏരിയയില് സിഗ്മ നെഗറ്റീവ് ചാർജ് ആയിട്ടുണ്ട്, ഇവിടെ യൂണിറ്റ് ഏരിയയിൽ സിഗ്മ പോസിറ്റീവ് ചാർജ് ആയിട്ടുണ്ട്. അപ്പൊ രണ്ടാൾക്കാരും തുല്യ ചാർജ് ആണ്, തുല്യ ചാർജ് ഡെൻസിറ്റിയാണ്, എന്നാൽ ഓപ്പോസിറ്റ് സൈൻ. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ ആൻഡ് മൈനസ് സിഗ്മ ഉള്ള 2 പാരലൽ പ്ലെയിൻ ഷീറ്റ്സിനെ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് 3 റീജിയൻസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഇടതുഭാഗത്തുള്ള റീജിയൻ, 2 ഷീറ്റിന്റെ ഇടയിലുള്ള റീജിയൻ, 2 ഷീറ്റിന്റെയും വലതുഭാഗത്തുള്ള റീജിയൻ. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ റീജിയൻ, ബിറ്റ്വീനിലെ റീജിയൻ, വലതുഭാഗത്തെ റീജിയൻ. ഇടതുഭാഗത്തെ റീജിയൻ നോക്കുക. ഫസ്റ്റ് റീജിയനിൽ ഈ പ്ലസ് സിഗ്മ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് E1 എന്ന് വിളിക്കാം. മൈനസ് സിഗ്മ ഉള്ള പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാക്കുന്ന ഫീൽഡിനെ E2 എന്ന് വിളിക്കാം. പ്ലസ് സിഗ്മ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E1. ഇതിന് പുറത്തേക്ക് ഏരോ മാർക്ക് ഇട്ടു, പ്ലസ് ആണെങ്കിൽ പുറത്തേക്ക് ഏരോ മാർക്ക് ഇടുക. മൈനസ് സിഗ്മ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E2. എങ്ങനെ ഏരോ മാർക്ക് ഉണ്ടാവുക? അങ്ങോട്ട് ഉള്ളിലേക്ക് ഏരോ മാർക്ക് ഇടുക, നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്ക്. അപ്പൊ E1 കിട്ടും. അപ്പൊ ടോട്ടൽ ചാർജ് എത്രയാവും? E1 E2 ഓപ്പോസിറ്റ് ആയതുകൊണ്ട് E1 മൈനസ് E2 ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് റീജിയനിൽ. E1 എത്രയാ? സിഗ്മ ബൈ 2 epsilon 0. E2 എത്രയാ? സിഗ്മ ബൈ 2 epsilon. സിഗ്മ സെയിം ആണ്. അപ്പൊ സിഗ്മ ബൈ 2 epsilon 0 മൈനസ് സിഗ്മ ബൈ 2 epsilon 0. ഈ നെഗറ്റീവ് ആയതുകൊണ്ടാണ് മൈനസ് സിഗ്മ ബൈ 2 epsilon 0 വന്നത്. 2 കൂടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഈ ഭാഗത്തൊന്നും, ഈ ലെഫ്റ്റ് സൈഡിൽ 2 ഷീറ്റുകളുടെ ഇടത് ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ഇതേപോലെ വലതുഭാഗത്ത് നോക്കൂ. തേർഡ് റീജിയനിൽ ഈ പ്ലസ് കാരണം പുറത്തേക്ക് ഏറോ മാർക്ക് E1, പ്ലസ് സിഗ്മ കാരണം പ്ലസ് E1 അങ്ങോട്ട് ഡയറക്ഷൻ, മൈനസ് സിഗ്മ കാരണം E2 ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഡയറക്ഷൻ. വീണ്ടും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E1 മൈനസ് E2. രണ്ടെണ്ണം സെയിം ആണ്. സിഗ്മ ബൈ 2 epsilon 0, സിഗ്മ ബൈ 2 epsilon 0 മൈനസ് ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി, 0 ആയി.
അപ്പോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഈ രണ്ട് ഷീറ്റുകളുടെ അപ്പുറവും ഇലക്ട്രിക് ഫീൽഡ് 0 ആയി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പുറത്തൊക്കെ 0. ഇനി ഉള്ളിലെ കാര്യം നോക്കൂ, ഇതാണ് പ്രധാനം. ഈ രണ്ട് ഷീറ്റുകളുടെയും ഇടയിലുള്ള സ്ഥലത്ത് ബിറ്റ്വീൻ ദ ഷീറ്റ്സ് പ്ലസ് സിഗ്മ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് E1 അങ്ങോട്ട് എരോ മാർക്ക്, വലത്തോട്ടേക്ക് എരോ മാർക്ക്. മൈനസ് സിഗ്മ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഉള്ളിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് ഷീറ്റിന്റെ അടുത്തേക്ക് ഇതാ E2 അങ്ങോട്ട്. അപ്പോ നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന E2 ആ ഡയറക്ഷനിൽ, പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും E1 ആ ഡയറക്ഷനിൽ, ഇതിന്റെ ഇടയിലുള്ള പോയിന്റ്. അപ്പൊ E1 E2 ഒരേ ഡയറക്ഷനിലായി. E1 E2 ഒരേ ഡയറക്ഷനിലായി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് E1 പ്ലസ് E2 ആയി മാറും. E1 പ്ലസ് E2 എത്രയാ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അര ചേർന്നാൽ ഒന്നായി. ഉത്തരം E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആരുടെയാണ്? ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് ഹാവിംഗ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരേ ചാർജ് ഡെൻസിറ്റി, ഒരാൾ പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആണെങ്കിൽ, അങ്ങനെ രണ്ട് പാരലൽ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ ആ പാരലൽ ഷീറ്റുകളുടെ പുറം ഭാഗങ്ങളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ആ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇതിന്റെ ഉള്ളിൽ മുഴുവൻ എല്ലാ പോയിന്റിലും ഒരേപോലെ ഇലക്ട്രിക് ഫീൽഡ് വരും. ഒരേപോലെ ഇലക്ട്രിക് ഫീൽഡ് വരും. എങ്ങോട്ടാ ഡയറക്ഷൻ ഉണ്ടാവുക? ഒക്കെ ഈ ഡയറക്ഷനിൽ. സോ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. ഒരേ ഡയറക്ഷനിൽ, എവിടുന്ന ഡയറക്ഷൻ? പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ആരാണ് സിഗ്മ ബൈ എപ്സിലോൺ 0? ഈ ഓരോ പ്ലേറ്റുകളുടെയും ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പൊ ദിസ് ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ രണ്ട് ഒരേ ചാർജ് ഡെൻസിറ്റി ഓപ്പോസിറ്റ് സൈനിലുള്ള രണ്ട് പ്ലെയിൻ ഷീറ്റുകളുടെ ഇടയിൽ വി ക്യാൻ പ്രൊഡ്യൂസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള വഴിയാണ് രണ്ട് പ്ലേറ്റുകൾ എടുക്കുക, ഒരേ ഏരിയ ഉള്ളത്. അവർക്ക് രണ്ടാൾക്കാർക്ക് ഒരേ ചാർജ്, ഒരാൾക്ക് പോസിറ്റീവും മറ്റൊരാൾക്ക് നെഗറ്റീവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകളുടെ ബിറ്റ്വീനിലുള്ള ഇടയിലുള്ള റീജിയനിൽ മുഴുവൻ, ഈ സ്ഥലത്ത് മുഴുവൻ, ഈ ഭാഗങ്ങളിൽ മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് പ്ലേറ്റ് നിന്ന് എല്ലാ സ്ഥലത്തേക്കും നെഗറ്റീവിലേക്കായിരിക്കും. രണ്ടാമത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാ പോയിന്റിലും സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. Oh, this is a special case. Two parallel sheets having equal and opposite surface charge density. Between the plates, electric field is uniform, having magnitude sigma by epsilon 0, and its direction is from positive plate to negative plate. And outside the plates, electric field is 0. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഏതാണ്? യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ കിട്ടി. E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത ഗോസിയൻ സർഫസ് ഒരു സിലിണ്ടർ ആണ്. അതിലെ കർവ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. എൻഡ് ഫേസിലെ ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം ആണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് E സമം സിഗ്മ ബൈ 2 എപ്സിലോൺ 0 കിട്ടി. സിഗ്മ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അങ്ങനെ കിട്ടിയ അവസാനത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പൊ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ വെച്ചാൽ ഒരേ ചാർജ് ഡെൻസിറ്റി ഓപ്പോസിറ്റ് സൈനും ആണെങ്കിൽ ഇടയിലുള്ള സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആവും. അതിന്റെ വില ഇത് രണ്ടും കൂടി കൂട്ടിയത് സിഗ്മ ബൈ എപ്സിലോൺ 0. പുറം ഭാഗങ്ങളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള വഴിയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി. ഓക്കെ, താങ്ക് യു.